السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. أما بعد. അഭിനന്ദനായ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ് മാവട്ടം സ്റ്റാർ, ഇതിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PK കുഞ്ഞു സാഹിബ്, ഉദ്ഘാടന പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട കുട്ടിക്കൂടല്ലൂർ SM അൻവർ, ദുബായ് വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി ബഹുമാനപ്പെട്ട N കമറുദ്ദീൻ, മറ്റു ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ പ്രവാസി സംഗമത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നെ ക്ഷണിച്ചെങ്കിലും ഒരു പ്രതീക്ഷയും ഇവിടെ പങ്കെടുക്കണമെന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ സാഹചര്യം, ജോലി സംബന്ധമായ സാഹചര്യം അങ്ങനെ ആയിരുന്നു. പക്ഷേ അതിനിടെ നല്ലൊരു ഗോൾഡൻ ചാൻസ് വന്നു. അത് റിക്രൂട്ട്മെന്റ് സംബന്ധമായ കാര്യത്തിൽ എന്നെ കമ്പനി ചുമതലപ്പെടുത്തുകയും ഒരു മാസം മുന്നേ നടക്കേണ്ട റിക്രൂട്ട്മെന്റ് ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടും, അതുപോലെ തന്നെ മർഹൂം ഉമരലി ശിഹാബ് തങ്ങളുടെ പേരിൽ കോഴിക്കോട് സ്ഥാപിക്കുന്ന മസ്ജിദിന്റെയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഫണ്ട് ശേഖരണത്തിനായി ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഹമീദ് ഫൈസി എന്നിവർ ബഹ്റൈൻ സന്ദർശിക്കുന്നുണ്ടെന്നറിഞ്ഞ് എന്നെ വിളിക്കുകയും നിർബന്ധമായിട്ട് നിങ്ങൾ അവസരത്തിൽ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം മുന്നേ വരേണ്ട കാര്യത്തിലേക്ക് ഞാൻ തൽക്കാലം കമ്പനിയുടെ ഒരു മാസം നീട്ടുകയും, അതുകൊണ്ട് ആ ഒരു പരിപാടി അൽഹംദുലില്ലാഹ് ഇന്നേ വരെ ബഹ്റൈൻ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഫണ്ട് റേസ് ചെയ്യാനും അത് വിജയിപ്പിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ആ ഒരു മാസം നീട്ടിയത് കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 50ാം വാർഷികത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യവും എനിക്ക് കിട്ടി. സർവ്വശക്തനായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മൊത്തത്തിൽ ഞാൻ ഇവിടെ പങ്കെടുത്ത് ഇതിന്റെ ഉദ്ഘാടനം, അതിനുശേഷമുള്ള പരിപാടികളെല്ലാം വളരെ ഗംഭീരമായി നടത്തി എന്ന് മാത്രമല്ല, ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെയധികം ശബ്ദമായി. അതിലുപരി അതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളുടെയും പ്രസംഗങ്ങൾ ഒരിക്കലും ആവർത്തന വിരസത തോന്നാതെ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂലച്യുതി, സാംസ്കാരിക ജീർണത, അതുപോലെ തന്നെ മുസ്ലിം വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന കുറവ്, അതുപോലെ തന്നെ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്ത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടത്തിന്റെ സാമ്പത്തിക നേട്ടം, അത് നമ്മൾ ചെലവഴിക്കുന്ന അനിസ്ലാമിക രീതി, ഇതെല്ലാം കുറിച്ച് തന്നെ പ്രതിപാദിച്ച് എല്ലാ പ്രസംഗികരും പ്രതിപാദിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട KT ജലീൽ വളരെ അർത്ഥവത്തമായി, അതായത് നമ്മുടെ മദ്രസ പ്രസ്ഥാനം നമുക്കെല്ലാവർക്കും വളരെ അഭിമാനപൂർവ്വം പറയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഇസ്ലാമിക രീതി, അതായത് 10,000-ഓളം മദ്രസ സംസ്ഥയുടെ കീഴിൽ 9,090ാമത്തെ മദ്രസയായിട്ട് ഇപ്പൊ അടുത്ത് ബഹ്റൈനിലെ ഒരു മദ്രസ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം വീണ്ടും മദ്രസകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപ്രകാരം തന്നെ ഒരു സംസ്ഥയുടെ മാത്രം കീഴിലല്ല, അതുപ്രകാരം തന്നെ ഇതര സംഘടനകളുടെ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങൾ ലോകത്താകമാനം അഭിമാനാർഹമായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ടും നമ്മുടെ സംസ്കാര സമ്പന്നമായ ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് ഇന്നലെ ഇവിടെ പല പ്രസംഗന്മാരും പറഞ്ഞു, ഇത്രയും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നു? നമ്മൾ എപ്പോഴും ഒരു പാത്രം എടുത്തു നോക്കുമ്പോൾ മാനസികമായി നമ്മൾ സത്യത്തിൽ ഭയത്തോടുകൂടെയാണ് നോക്കുക. ഒരിക്കലും നമ്മുടെ നാമധാരികളായ ഒരു വ്യക്തികൾ ഒരു ബലാത്സംഗ കേസിൽ, ഒരു കളവ് കേസിൽ, അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ പ്രതികളാകാത്ത ഒരു ദിവസം ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും പത്രം നോക്കുന്നത്. അതേസമയത്ത് പത്രം മറിച്ചു നോക്കിയാലും നമ്മൾക്കെല്ലാം കാണുന്നത് നമ്മുടേതായ സഹോദരങ്ങൾ എല്ലാം, ഏതൊരു ഗ്രൂപ്പിലും നമ്മുടെ പ്രാതിനിധ്യം, നമ്മുടെ കാനേഷന്മാർ കണക്കനുസരിച്ച് 33% നമ്മൾ 90% അതിൽ നമ്മൾ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കെന്നുള്ളത്. എന്തുകൊണ്ട് മദ്രസ പ്രസ്ഥാനങ്ങളും അതുപോലെ മറ്റ് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കേരളത്തിൽ ലോകത്താകമാനം ഉണ്ടാകുന്ന എല്ലാ ബിസിനസ് മുസ്ലിം വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വിഭിന്നമായി ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വ്യതിചലിച്ച് ഈ വഴിതെറ്റിപ്പോകുന്നു? അത് സത്യത്തിൽ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെതാണോ പിഴവാണോ? അതല്ല നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ നിന്നുള്ള തെറ്റാണ് എന്നാൽ നിർബന്ധമായിട്ടും അതിനെ പഠിച്ച് അതിനൊരു സർവേ നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നത് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്.
അതുപോലെ തന്നെ സുബറഹുദവി അദ്ദേഹം ഇവിടെ ആധുനിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചു കൊണ്ടേണ്ട കാര്യത്തെ പറ്റി പ്രസക്തിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു. അത് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മാർഗദർശനമാണത്. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി അത് ഇന്ന് യൂണിവേഴ്സിറ്റി ഉയർത്തി അതിന്റെ പഠിതാക്കളാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനത്തോടെ പറയാം, ദാറുൽ ഹുദ എന്നുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അതിന്റെ സന്തതികൾ നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിക ദഅ്വാ രംഗത്ത് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടുകാരായ ഒരുപാട് ഹുദവികൾ ഇത്രയും ഈ സംരംഭങ്ങളിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി പോലെയുള്ള പ്രശസ്തരായ ഒരുപാട് സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ ദാറുൽ ഹുദ എന്നുള്ള അക്കാദമിക്ക് കഴിഞ്ഞു. അതുപോലത്തെയുള്ള സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ ഇന്ന് നടക്കുന്ന പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അത്രയും ഒരു സ്ഥാപനം വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ പ്രസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെയും എല്ലാവർക്കും അറിയുന്നതാണ്. മദ്രസ എന്ന പ്രസ്ഥാനം 10,000-ഓളം അടുത്ത് വരുന്ന മദ്രസകളുണ്ടെങ്കിലും ഏകദേശം 2-3 മണിക്കൂർ മാത്രം വിനിയോഗിക്കുന്ന ഈ മദ്രസ സ്ഥാനത്ത് നിർബന്ധമായ ഒരു മാറ്റം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അതിന് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആ പ്രശ്നമല്ല, അതായത് സമയത്ത് നമ്മുടെ നാട്ടുകാരെ തന്നെ അതിനൊരു സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഒരുപാട് നമ്മുടെ ബഹ്റൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹ്റൈനിൽ നിന്ന് മദ്രസകൾ നമ്മുടെ സംസ്ഥയുടെ കീഴിലുള്ള 7ഓളം മദ്രസകളുണ്ട്. അവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെയ്യുന്നത് മുതിർന്നവരോട് ഒരുപാട് യുവാക്കൾക്ക് വയസ്സായവർക്ക് പ്രായഭേദ്യം എന്ന് അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം, അതായത് അലിഫ് ബാങ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുതൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുള്ള ക്ലാസ്സുകൾ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ മുതിർന്ന സ്ത്രീകൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കഴിഞ്ഞാൽ മുതിർന്ന സ്ത്രീകൾക്ക് ഒരു നിലക്കും മതവിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ യു പി സ്കൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ മതവിദ്യാഭ്യാസം ഉണ്ടാവില്ല. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, പണ്ട് ഇവിടെ നുസ്രത്തുൽ ഇസ്ലാം എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട കുഞ്ഞു സാഹിബിനെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു. ഞങ്ങൾ ആദ്യം ഈ നുസ്രത്തുൽ ഇസ്ലാം എന്ന സംഘടന അന്ന് ഞാൻ അത് രൂപീകരിക്കുമ്പോൾ അതിന്റെ ഒരു അംഗമായിരുന്നു. അതിന്റെ ആദ്യമായിട്ടുള്ള പ്രഥമമായിട്ടുള്ളൊരു ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഈ മദ്രസ വിദ്യാഭ്യാസം 4 കൊണ്ട് നിർത്താതെ 10ാം ക്ലാസ് വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ തുടർ വിദ്യാഭ്യാസം നടത്താൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ തൊട്ടടുത്ത AJP സ്കൂളിന് അനുസൃതമായിട്ട് ഒരു UP സ്കൂളിന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മതവിദ്യാഭ്യാസം കൂടുതൽ പ്രായമായ കുട്ടികൾക്ക് കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ആ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അന്ന് നുസ്രത്തുൽ ഇസ്ലാം എന്നുള്ള സംഘടന രൂപീകരിക്കുകയും അന്ന് ആദ്യത്തെ പ്രമേയം അത് ഇതുകൊണ്ട് ഉദ്ദേശം ഈ ഒരു ലക്ഷ്യമെന്ന് മാത്രമായിരുന്നു. അൽഹംദുലില്ലാഹ് സർവ്വശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ UP സ്കൂളുമായി അത് കഴിഞ്ഞ് അതിന്റെ ഹൈസ്കൂളായി ഇവിടെ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. പക്ഷേ ഈ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ പഠന നിലവാരം മാറി. നമ്മുടെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മറ്റും മാറ്റിപ്പോയി. പക്ഷെ അന്ന് നടന്ന് ഞാൻ 25-30 കൊല്ലം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിന്റെ അന്ന് കാലത്തുണ്ടായിരുന്നു 250 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ കാലഗതിക്കനുസരിച്ച് സത്യത്തിൽ ഒരു 1000 കുട്ടികളെ വേണ്ടിയിരുന്ന അവസ്ഥയിലേക്ക് ഇന്നും അതേ നില തന്നെ തുടരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു നിലയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പോലെ തന്നെ മുതിർന്നവരായ സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാർക്കും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതിന്റെ ഈ വിദ്യാഭ്യാസ രീതി മാറ്റേണ്ടതിന് അതിന് തയ്യാറായി വരേണ്ടത് നമ്മുടെ നാട്ടുകാരാണ്. അൽഹംദുലില്ലാഹ് അതിനോട് ഈ നമ്മളിപ്പോ ഈ 9ാം വർഷം ആഘോഷിച്ചു. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ആഘോഷിച്ചു, ആഗോളബഹളമായി പോയി, ഒരുപാട് പ്രസംഗമാരെ കൊടുന്നു, ജനങ്ങൾ ജനപരമായ ഒരുപാട് വേദികളുണ്ടായി. പക്ഷെ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നിർബന്ധമായിട്ട് ഇതിന്റെ സംഘാടകർ നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. നമ്മുടെ എന്തെല്ലാം ഇവിടെ പ്രസംഗിച്ചു, അതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ സ്വയം ഉൾക്കൊണ്ടുകൊണ്ടുണ്ട്. അത് ഭാവിയിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിന്റെ ഈ വിദ്യാഭ്യാസ രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലത്തെ ഈ ഉയർന്നു വരുന്ന തലമുറകൾക്ക് ഒരു മാറ്റം വരുന്ന രീതിയിൽ ഒരു ഇസ്ലാമിക ചിട്ടയും മറ്റും ഉണ്ടാകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞാനിവിടെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ അടുത്ത ഭാഗത്ത് തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പറ്റം നമ്മുടെ 90% വരുന്ന മുസ്ലിം യുവാക്കൾ പന്ത് കളിക്കുന്ന ഒരവസ്ഥ. അതായത് പന്ത് കളി എന്ത് കളിച്ചാലും ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യത്തെ ബഹുമാനപ്പെട്ട പ്രവാസികൻ ഇവിടെ പറഞ്ഞു, പന്ത് കളിക്കുന്നതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരാൾക്കും യാതൊരു ഒബ്ജക്ഷനും ഇല്ല. അതേസമയത്ത് നമ്മുടെ നിസ്കാര സമയങ്ങളിൽ വ്യതിചരിച്ചുകൊണ്ട് അല്ല നമസ്കാര കർമ്മങ്ങളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ മാത്രം ശ്രദ്ധയൂന്നി കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് പ്രവർത്തകർ, നമ്മുടെ യുവാക്കളെ, നമ്മളിപ്പോ ഇവിടുത്തെ ഈ വിജയം ഇത് തന്നെ നമ്മുടെ ഇതിന്റെ പ്രവർത്തിച്ച യുവാക്കളാണ്. ഒരുപാട് യുവാക്കളുടെ അസീമമായ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കാൻ സാധിച്ചത്. ഇനിയും അവരുടെ പ്രവർത്തനം ഇത്തരം മേഖലയിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറക്ക് ഒരു മാർഗദർശനമായിട്ട് പുതിയ പുതിയ ഇസ്ലാമിക രീതിയിലുള്ള ഒരു പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പന്തല്ലൂർ നടന്ന കുടുംബം ഒരു മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഒരു പരിപാടി ഇവിടെ നടത്തുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ ഏതൊരു നമ്മൾ വളർന്നു വരുന്ന ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞത് പിന്നെ വിവാഹവേളകളിൽ നമ്മൾ നടക്കുന്ന അനാചാരങ്ങൾ, ഈ വിവാഹവേളകളിൽ നിന്ന് മാത്രമല്ല ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അതിന് എത്ര ശക്തിയുക്തം നമ്മുടെ എതിർക്ക് തന്നെയാണ്. നമ്മളിപ്പോ ഈ അടുത്ത പ്രദേശത്ത് നമ്മൾക്കറിയാം
വെള്ളിയാഴ്ചയും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സുബഹി നമസ്കാരാനന്തരം ഇവിടെ പലപ്പോഴും അപരിചിതരായ ആൾക്കാരെ പള്ളിയിൽ കാണുന്നത്. അപ്പോൾ അന്വേഷിച്ചാൽ പറയും ഇവിടെ തൊട്ടടുത്ത നമ്മളൊരു വൈദ്യരുടെ അടുത്താണ് വരുന്നത്. വൈദ്യരുടെ അടുത്ത് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിഷം ഇറക്കാൻ വേണ്ടി വരുന്നതാണ്, വയറ്റിൽപ്പെട്ട വിഷം. ഈ ആധുനിക കാലത്തും ഇത്രയും വല്ല ഒരു ഒരു വിവരമില്ലാത്ത ഒരു അവസ്ഥ. കാരണം വയറ്റിൽ നമ്മൾക്ക് ശരീരത്തിന് പറ്റാത്ത എന്ത് സാധനം വയറ്റിൽ ചെന്ന് നമ്മൾ അത് ഛർദ്ദിച്ച് കളയും. ഒരിക്കലും അത് ശരീരത്തിൽ കെടുക്കയില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യം. അങ്ങനത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വയറ്റിലൊരു കൈവിഷമുണ്ട്, അത് ഛർദ്ദിപ്പിക്കാൻ വരിക എന്ന് പറയുകയും ഒരു പറ്റ സ്ത്രീകൾ, അതായത് ബുർക്കയും താടിയും തലപ്പവും വെച്ച് നമ്മുടെ ബന്ധപ്പെട്ട പണ്ഡിതന്മാരടക്കം ഇവിടെ വന്നിട്ട് അമ്പലം ചുറ്റുന്ന ഒരു വ്യവസ്ഥ ഉണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ, ഒരു ഉത്പാദനം നടത്താൻ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് കൂടി നിങ്ങൾ ഇവിടെ ആലോചിക്കണം. ഇത് ഒരു 10-15 വർഷമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു മാറ്റം ഇന്നവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടുകാരല്ല, പുറത്തുനിന്നുള്ള നാട്ടുകാരാണ് വന്നത്. ഒരു സാന്ദർഭികമായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഇവിടെ വരികയും അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ നിന്റെ നാട്ടിൽ പോയിരുന്നു. അപ്പൊ എന്തിനു വരും, നിന്റെ വീടിന്റെ തൊട്ട് വീടിന്റെ അടുത്ത പോയിരുന്നു. അപ്പൊ എന്തിനു പോയിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അസുഖമുണ്ടായി, എന്തായിരുന്നു, വയറുവേദന ആയിരുന്നു. അവിടെ ചെന്നു, ഞാൻ ആ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ആ അസുഖം മാറി എന്ന് പറഞ്ഞു. പക്ഷെ അതെ അൽഹംദുലില്ലാ എന്ന് പറയാൻ വരട്ടെ, ഇപ്പൊ ഞാൻ വീണ്ടും പോവാ നാട്ടിൽ. എന്തിനാ വീണ്ടും അയാളെ കാണാനാണ്? അല്ല, ഞാൻ ഇപ്പൊ ഓപ്പറേഷൻ നടത്താനാണ്. എന്താ, അത് അന്ന് മാറിയിട്ടുള്ളൂ, ഇപ്പൊ വീണ്ടും വന്നു, ഞാൻ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി. സത്യത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു അസുഖമായിരുന്നു, അത് തെറ്റിദ്ധരിച്ച് അവിടെ പോയി. ഇത് തന്നെ എല്ലാവരുടെയും അവസ്ഥ. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് അൽഹംദുലില്ലാ സുഖമായിട്ട് കഴിയുന്നു. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമ്മുടെ വരുന്ന ആൾക്കാർക്ക് ഒരു മാർഗദർശനം നടക്കാൻ നമ്മുടെ യുവാക്കൾ, ഇവിടെയുള്ള യുവാക്കൾ ഇതിന് ശ്രമിക്കണം. അതുപോലെ തന്നെ മഹല്ല് മാനേജ്മെന്റിനെ പറ്റി നല്ലൊരു ക്ലാസ് നടത്തും. ഇവിടെ മഹല്ല് മാനേജ്മെന്റ് നമ്മുടെ ഔക്കാഫിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഇവിടെ അധ്യാപകരെ രജിസ്ട്രേഷൻ നടത്തുന്ന ഒരുപാട് വിശദമായിട്ട് കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ അജ്ഞരാണ്. നമ്മൾ മറ്റെന്തോ ഉദ്ദേശിച്ച് ഭയപ്പെട്ട് ഈ ഔക്കാഫിലും സുന്നി വഖഫ് ബോർഡിലൊന്നും നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ കമ്മിറ്റിയുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ, അനുകൂലങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം അനുകൂലങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ ഇത്തരം മഹല്ലുകളെല്ലാം കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബുക്കലെറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഈ വഖഫ് ബോർഡിൽ നിന്ന് എന്തെല്ലാം അനുകൂലം കിട്ടുന്ന മറ്റുള്ള രീതിയിൽ ആനുകൂല്യങ്ങൾ, ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു പെൻഷൻ സമ്പ്രദായം കൊടുക്കുന്നു, അത് പലിശ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അൽഹംദുലില്ലാ UDF ഗവൺമെന്റ് വന്നപ്പോൾ പലിശ എടുത്തു മാറ്റി മറ്റൊരു രീതിയിൽ പെൻഷൻ സമ്പ്രദായം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഭാഗമാക്കാൻ നമ്മുടെ എല്ലാ അധ്യാപകരെയും ഒരു ഉത്ഭുതരാക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസും കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു. പിന്നെ ഉസ്താദ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ വാങ്ങുക എന്നുള്ളത് ആധുനികവൽക്കരിക്കണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ വിദേശ സുഹൃത്തുക്കളുമായി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഇത് ഒരു വേദിയിൽ വെച്ചൊരു പറഞ്ഞ ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരാൾക്ക് ബഹുമാനപ്പെട്ട കുട്ടിക്കൂടൽ നേരത്തെ ഇവിടെ പ്രതീക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയാണെങ്കിൽ ഇതൊരു നിസ്സാര പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം എന്നല്ല, എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ റെസ്പോൺസ് ഉണ്ടാവുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ബഹുമാനപ്പെട്ട കുട്ടിക്കൊക്കെ വെച്ചാൽ ഒരുപാട് കാലം ഈ പ്രവാസി ജീവിതം 76 മുതൽ പ്രവാസി ജീവിതം തുടർന്നു വരുന്ന വ്യക്തിയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത്, ഇതെന്ന് മാത്രമല്ല രാഷ്ട്രീയപരമായി സാമൂഹികമായിട്ട് ഒരുപാട് 24 hours ഇതിനുമായിട്ട് വ്യാപൃതരായി കിടക്കുന്ന ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട കമറുദ്ദീൻ SM അൻവർ, ഇവരൊക്കെ വളരെയധികം വ്യാപൃതമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചില്ല, അതിലിടക്ക് കുട്ടിക്കൽപ്പം ഒഴിഞ്ഞു. പക്ഷെ വീണ്ടും സജീവമായിട്ടാണ് ഞാൻ പത്രതാളുകളിലൊക്കെ അതുപോലെ തന്നെ TV മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇത്രയും സന്നദ്ധരായിട്ട് ഒരുപാട് പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്, ഏതെങ്കിലും മോറലായിട്ടുള്ള സപ്പോർട്ട് നിർബന്ധമായിട്ട് പ്രവാസികൾക്ക് വേണം. നേരത്തെ പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചു, നമ്മളൊരു മെഴുകുതിരി ആവാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വെറും പൈസ പിഴിയുന്ന ഒരു വ്യക്തികളാക്കാതെ ഞങ്ങളോട് ഒരു അനുകമ്പ കാണിച്ച് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഭാഗമാക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതിനുള്ള ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റമദാൻ മാസത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ റിലീഫ് പ്രവർത്തനം നടത്തുമ്പോൾ ഒരു അരി കൊടുത്ത 4-5 കിലോ അരി കൊടുക്കുന്നതിൽ മാത്രം ഉതകാതെ എല്ലാ ഗൾഫ് കമ്മിറ്റിയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ച് ഒരു വിധവകൾക്കോ അല്ലെങ്കിൽ ഒരു വരുമാനമില്ലാത്ത അല്ലെങ്കിൽ അശരണരായി കഴിയുന്ന ആരെങ്കിലും വേണ്ടിയിട്ട് അത് ജീവിതകാലം മുഴുവൻ വരുമാനമുണ്ടെന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും ഒരു 100-200 കിലോ അരി വാങ്ങി 200 കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് 2-3 കുടുംബങ്ങളെ ദത്തെടുത്ത് അവർക്ക് ജീവിതത്തിന് ഒരു വരുമാനം, സ്ഥിര വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കുക. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങളെല്ലാ ഗൾഫ് കമ്മിറ്റിയും കോർഡിനേറ്റ് ചെയ്തതിന് സംവിധാനം ഞങ്ങൾ കാണും. അതുപോലെ തന്നെ നിർദ്ദായിട്ട് നമ്മൾ ഒരുപാട് നന്നായി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ അതായത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ട് പഠനം നിർത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ദത്തെടുക്കാൻ ഈ എല്ലാ പ്രവാസി കമ്മിറ്റികളും തയ്യാറാണെന്നുള്ളത് എനിക്ക് അറിയാം. അതുപോലെ അത്തരം പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട്, അതായത് നമ്മൾക്ക് ഭാവിയിലേക്ക് എക്കാലവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭാവി തലമുറ വാർത്തെടുക്കാനാകുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലും ഈ പ്രവാസി സഹോദരങ്ങൾ എപ്പോഴും തയ്യാറാണെന്ന് ഞാൻ
സാന്ദർഭികമായി പറയുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അൽഹംദുലില്ലാഹ് ഈ പരിപാടി ഇത്രയും വിജയമാക്കി തീർത്ത ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ വാളണ്ടിയർ സഹോദരങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. തൽക്കാലം നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ പ്രസംഗം നടത്താൻ വേണ്ടി അൻവറാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി